നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, ചിലർ എന്നോട് റീഡിങ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിവാഹം എപ്പോൾ നടക്കും എന്നതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അപ്പോൾ ചിലർക്ക് മാത്രമേ റെസനേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. പിന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലായിട്ട് റീഡിങ് എടുക്കണം എന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ വീഡിയോയുടെ, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ പോലെ തന്നെ 3 മാലകളാണ് എടുത്തേക്കുന്നത്. ഇത് 1, ഇത് 2, ഇത് 3. ഇത് ബ്ലാക്ക്, ഇത് ഓറഞ്ച്, ഇത് ബ്രൗൺ കേട്ടോ. 1, 2, 3. അപ്പോൾ ഈ 3 മാലകളാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. പിന്നെ നിങ്ങളുടെ എനർജി ഇപ്പോൾ എന്താണ്, അങ്ങനെ നിങ്ങളുടെ എനർജി കാണുമ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എനർജിയിൽ. പിന്നെ നിങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും താങ്ക്സ് പറയാറില്ല. നിങ്ങൾ എൻ്റെ റീഡിങ് റെഗുലറായിട്ട് കാണുന്നതിനും പുതിയതായിട്ട് വന്ന് കാണുന്നതിനൊക്കെ ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതൊന്നും ഞാൻ ഇങ്ങനെ എപ്പോഴും താങ്ക്സ് പറയാറില്ല. പക്ഷേ എപ്പോഴും ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് എപ്പോഴും എനിക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് എല്ലാത്തരം സപ്പോർട്ടിനും, കമൻസ് ഇടുന്നതിനും എല്ലാത്തിനും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇതിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് 2, ഇത് 3. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓറക്കിൾ മെസ്സേജ് എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. നിങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും, എപ്പോഴത്തേക്ക് നടക്കും, അതാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓ, ഒരു കൊട്ട കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ എല്ലാം എടുക്കുകയാണ്. ചിലപ്പോൾ പലർക്കും പല കാര്യങ്ങളും അറിയാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എംബ്രേസ് ഫോർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനും ഒക്കെ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മൗണ്ടൻസ്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ടും വളരെ എന്താ പറയുക, ശാന്തമായിട്ടും കാര്യങ്ങളെ വീക്ഷിക്കണം, അതിനെ ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പല ചാലഞ്ചസും പല ബ്ലോക്കേജസും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. പക്ഷെ അതിനെല്ലാം ഒരു കുലുക്കമില്ലാതെ അതിനെ തരണം ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൂടില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സഹായം എടുക്കേണ്ടി വരും. പിന്നെ തൃശൂലാണ്, പവറാണ് കാണിക്കുന്നത്. ഇത് ഈഗോ, ഈ നമ്മളുടെ ഉള്ളിലെ ഈഗോ, അഹങ്കാരം കുറച്ചൊക്കെ വേണം. നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്കൊരു ഗമ വരിക, കോൺഫിഡൻസ് വരിക. അത് വേണം. പക്ഷേ അത് നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ കുതിര കയറാനുള്ള ഒരു ഉപകരണമായിട്ട് മാറ്റരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ നശിപ്പിച്ച് കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ യൂണിവേഴ്സൽ സൗണ്ട് ഓം, അത് സ്പിരിച്വൽ ഗ്രോത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജപിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മറ്റുള്ളവരോട് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല നമ്മളുടെ സംസാരം കൊണ്ട് നമ്മൾക്ക് പല പോസിബിലിറ്റീസും പല കാര്യങ്ങളും നടത്തിയെടുക്കാം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ വന്നേക്കുന്നത് ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. അത് നമ്മൾ ഓം നമോ ഭഗവതേ രുദ്രായ, അത് ജപിക്കണം എന്നാണ് പറയുന്നത്. അത് വേണ്ടവർക്ക് ജപിക്കാം, വേണ്ടാത്തവർക്ക് ജപിക്കണ്ട കേട്ടോ. അപ്പം അത്രയുമാണ് ഓറക്കിൾ മെസ്സേജ് കണ്ടത്. ഇനി ഞാൻ ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നാണ് നോക്കുന്നത്. ഭഗവാനെ, ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്. ഇതിൽ കുറേ കാർഡ്സ് മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെയാണ് ജീവിതം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് കാർഡ്സും ഞാൻ റീഡ് ചെയ്യാറുണ്ട്. ഭഗവാനെ,
അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ നിങ്ങൾ ആരോടോ എന്തോ ഒളിച്ച് കളി നടത്തുന്നുണ്ടായിരുന്നു, മറച്ചു വെക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒളിച്ചു വെച്ച കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ, കേട്ടോ. അത് ചിലപ്പോൾ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിനോടായിരിക്കാം. ഇത് 9 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ പണമുള്ള സ്വാധീനമുള്ള ഒരാളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ ഇല്ലായിരുന്നു. ചിലപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ കല്യാണം നടക്കാതിരിക്കുമ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കുമ്പോൾ നടക്കാതിരിക്കാൻ നമ്മളുടെ പ്രശ്നമെന്ന് അറിയുമോ, കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ, ഞാൻ കുറ്റപ്പെടുത്തുക ഒന്നുമല്ല പറയണത്, ഞാൻ പറയുകയാണ്, കല്യാണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അത് നടക്കാതെ നാട്ടുകാർ ചോദിക്കും എന്താ കല്യാണം നടക്കാതെ. 10-18 വയസ്സാകുമ്പോൾ തുടങ്ങിയ പെൺകുട്ടികളോട് ചോദിക്കുന്നത് എന്താ കല്യാണം നടക്കാതെ. ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഇത് ചോദിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാവും അല്ലേ. എൻ്റെ അടിയിൽ എന്തോ ഇരിക്കുന്ന പോലെ റബ്ബർ ബാൻഡ് അത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാവും. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിൻ്റെ മോളുടെ കല്യാണമൊന്നും ആയില്ലെന്നൊക്കെ ഭയങ്കര ഒച്ചയിൽ അത് നമ്മളെ വേദനിപ്പിക്കാൻ കൂടിയിട്ടാണ്, നമ്മളോട് അസൂയുള്ളവരൊക്കെ വേദനിപ്പിക്കാൻ കൂടിയിട്ടാണ്. അത് ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഇതാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉള്ളിലുള്ള ഒരാളാണ്, പക്ഷെ പുറമെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനിയത്തിയോ അനിയനെയോ ഒക്കെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വീടൊരു നല്ല നിലയിലാവട്ടെ എന്ന് വെച്ച് കല്യാണമൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത ഒരു എനർജി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ല, ഇനി വേണ്ട എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിവാഹം കഴിക്കണം. അപ്പോൾ ഇത് ആരോടെങ്കിലും ഇപ്പോൾ വീട്ടുകാരോട് പറയണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയണം, ആരോടെങ്കിലും തുറന്ന് പറയണം നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന്. ഇവിടെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കുറച്ചൊരിങ്ങനെ വേണ്ട, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ല, ഇനി വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിൽ അയ്യോ എൻ്റെ കൂടെ എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. അതെല്ലാവരുടെ മനുഷ്യ സഹജമായ അല്ലെങ്കിൽ എല്ലാ ജീവൻ്റെ ഒരു ആഗ്രഹമാണ് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിലും. മനസ്സിലായോ? അത് ഉള്ള ഒരു ഫീലിംഗ് ഉള്ള ഒരാളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ടാണ്, അല്ലെങ്കിൽ ഒരാളുടെ മുതുകത്ത് കയറുക എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുക എന്നാണ് നമ്മളൊരു ചിന്ത. മനസ്സിലായോ? എന്ന് വെച്ചാൽ പെൺകുട്ടികളെ കെട്ടിച്ച് ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തീർന്നല്ലോ എന്ന് ചിന്തിച്ചിരുന്ന നമ്മളുടെ അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇപ്പം ഇല്ല. കാരണം പെൺകുട്ടികളെല്ലാം ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പം മെജോറിറ്റി പെൺകുട്ടികൾ പറഞ്ഞ കല്യാണം വേണ്ടാന്നാണ്. അത് നമ്മളുടെ ഓരോ പരിപാടി സീരിയൽസിലും അതിലും സിനിമയിലും ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്ന ഓരോ വീഡിയോ കാണിച്ചാൽ പെൺകുട്ടികൾക്ക് പേടിയാണ്. ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് ഇഷ്ടം പോലെ. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല ഫ്രണ്ട്സാണ്. അവിടെ എന്തോ പണി നടക്കുന്നതാണ്, അടിച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? പക്ഷെ കല്യാണത്തിനോട് വരുമ്പോൾ പേടിയാണ്. ആൺകുട്ടികൾക്കുണ്ട് പേടി, പെൺകുട്ടികൾക്കും ഉണ്ട് പേടി. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ മാറും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ ആ ഒരു ഇതിലാണ് പിള്ളേർ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്ക് അവരുടെ ആ മനസ്സൊക്കെ മാറും. വിവാഹം അത്യാവശ്യമാണ് ജീവിതത്തിൽ. കൂട്ടിന് ഒരാൾ എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണെന്ന് ചിന്തിച്ചെടുക്കാതിരിക്കുക. രണ്ടുപേരുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികളെ വളർത്തുന്നതും എല്ലാം. പിന്നെ കുട്ടികളൊരു പ്രായം കഴിഞ്ഞ് അവരുടെ ജീവിതം നോക്കി പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് പിന്നെ ഉള്ളത്. അപ്പോൾ സ്വരുമയോടെ നിൽക്കുക. എന്നും നിങ്ങൾ രണ്ടുപേരും മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൂ എന്നൊരു മനസ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലും നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് വിവാഹം കഴിക്കാൻ, അപ്പോൾ വിവാഹം കഴിക്കാം. പ്രായമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ് കേട്ടോ. കാരണം നമുക്കൊരു കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ നാൾ കള്ളത്തരം പറഞ്ഞിട്ട് നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അമ്മ എന്ത് വിചാരിക്കും, അച്ഛൻ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ പലരെയും കാണുമ്പോൾ എനിക്ക് കുട്ടികൾക്ക് അത് വേറൊരു സൈഡ്. പക്ഷേ എന്നാലും എനിക്ക് ഒരാളെങ്കിലും വേണം എന്നൊരു ചിന്ത വരുന്നുണ്ട് ഇവിടെ. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള ഓവറോൾ എനർജിയാണ് ഈ പറയുന്നത് കേട്ടോ. പക്ഷെ മറ്റുള്ളവരോട് തുറന്ന് പറയാനൊരു മടി. അവരെന്ത് വിചാരിക്കും, സിസ്റ്റേഴ്സ് ബ്രദേഴ്സൊക്കെ എന്ത് വിചാരിക്കും. ചില സമയത്ത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. ഇപ്പോൾ സ്വത്തുള്ള ആളാണ്, നിങ്ങൾക്ക് വളരെ സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും തന്നെ നിങ്ങളെ വിവാഹം കഴിപ്പിക്കാതിരിക്കാൻ നോക്കും. എനിക്കങ്ങനെ പലരെ അറിയാം. എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കുട്ടികളും ഭാര്യയും ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് പോകുമല്ലോ. അതൊക്കെ ചില ഭയങ്കര സ്വാർത്ഥതയുള്ള ലോകം പച്ചയായ ലോകമാണ്. മനസ്സിലായോ? നമ്മൾ എൻ്റെ ബ്രദർ അങ്ങനെയല്ല, എൻ്റെ സിസ്റ്റർ അങ്ങനെയല്ല, എല്ലാവരുടെ അല്ല ഞാൻ പറയുന്നത്, ചിലരുടെയെങ്കിലും ഉണ്ട് അങ്ങനെ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികം ഇങ്ങനെ പറയാറില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. അതുകൊണ്ടാണ്
കേട്ടോ. അപ്പോൾ നമ്മളുടെ കാലിൽ നമ്മളുടെ കൂട്ടിനെ നമ്മൾ തന്നെ ആരെങ്കിലും കണ്ടുപിടിക്കണം, അതാണ്. അപ്പോൾ ഇവിടെ അതൊന്നും ചിന്തിക്കണ്ട, അയ്യോ വീട്ടുകാരെന്ത് വരിക്കും നാട്ടുകാരെന്ത് വരിക്കുന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വിവാഹം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അത്. കാരണം പ്രാരാബ്ധം ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അതുകൊണ്ട് തന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ ഇത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. മനസ്സിലായി? ഇപ്പോഴും ഒരു എന്നുവെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ കടുത്ത അനുഭവങ്ങൾ ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് വിവാഹം വേണ്ട, ഞാൻ ചുറ്റും കാണുന്നതൊക്കെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് എനിക്കൊരു വിവാഹം വേണ്ട. വിവാഹം എന്ന കാര്യം നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു പാർട്ട്ണറെ കിട്ടി അതിലും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിലും നല്ലൊരു ജീവിതം വേറെ ഇല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ടോക്സിക് അട്രാക്ട് ചെയ്യുന്ന പോലെ നല്ലതായിട്ട് വിചാരിച്ച് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുക. അതാണ് ഇവിടെ ഓറക്കൽ മെസ്സേജസ് കണ്ടത്. വ്യത്യാസങ്ങൾ വരുത്താനുള്ളത് വരുത്തുക, കേട്ടോ. അപ്പോൾ ചാരിറ്റി ഇപ്പോൾ ഭയങ്കര നിങ്ങൾക്കൊരു മുമ്പോട്ട് കുതിച്ച് ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം മീൻസ് എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം തരാൻ. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കൂടെ ഒരാൾ, ഒന്ന് തിരിച്ചെത്താൻ വൈകിയാൽ വിളിക്കാൻ ഒരാൾ, അല്ലേ? ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ്, കേട്ടോ. അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് സ്വേർഡ്സ് കാണുന്നുണ്ട്. ഫാദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ സ്റ്റേണായ ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ബന്ധുക്കളോടൊക്കെ പറയും. ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ വളരെ ഗൗരവക്കാരനാണെങ്കിൽ പറയാൻ മടിയായിരിക്കും വീട്ടുകാരോട്. അവരെന്തായിരിക്കും, ഇത്രയും വയസ്സാം കാലത്ത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു എനർജി ആണെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എനർജിയിൽ, അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് യൂണിവേഴ്സിൽ. എന്തുകൊണ്ടാണ്? ഓക്കെ, ഇതെല്ലാം റിവേഴ്സാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് റിവേഴ്സ് വരുന്നത്? എല്ലാം റിവേഴ്സ് ആയതുകൊണ്ടാണ് അല്ല, ഇതിനിടയിൽ ഇതുണ്ട്. അപ്പോൾ മനഃപൂർവ്വം വന്നതാണ്, യൂണിവേഴ്സ് അയച്ചതാണിത്. എംപറർ റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഡോമിനേറ്റിംഗ് ആയ എനർജിയാണ്. നിങ്ങൾക്ക് പല എക്സ്പീരിയൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വളരെ കടുത്ത കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ പോയ ഒരാളാണ്. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്, കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രായം ചെറുപ്പത്തിലെ നമ്മൾ പ്രായം കൂടുന്നോളും നമ്മളുടെ മനസ്സിൽ ഐഡിയാസ്, നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. നമ്മളുടെ ഐഡിയാസ്, പിന്നെ നമ്മൾ വീക്ഷണങ്ങൾ, നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സ് സ്റ്റിഫാവും. പിന്നെ മറ്റുള്ളവരുടെ അഡ്വൈസ് ഒന്നും നമ്മളെ ബാധിക്കാണ്ടാവും, നമ്മളത് കേൾക്കാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആൾക്കാർ ചെറുപ്പത്തിലെ തന്നെ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ, കാരണം അത് അപ്പോൾ മോൾഡ് ചെയ്യാൻ, അത് തെറ്റായ വാക്കാണ്, പക്ഷെ അതായിരുന്നു ഉദ്ദേശം. മോൾഡ് ചെയ്യാൻ സുഖമാണ്, മനസ്സിലായോ? പെൺകുട്ടികളെ ആണെങ്കിൽ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ ചെക്കൻ്റെ വീട്ടുകാരായിട്ട് ഇടപഴകി പോവും, അവർ മോൾഡ് ചെയ്യപ്പെടും. അതാണ് ഒരു ഉദ്ദേശം. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതങ്ങനെ, ഇപ്പോൾ കരിയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കും, പെൺകുട്ടികളും ആൺകുട്ടികളും, മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ നമ്മളുടെ മനസ്സ് സെറ്റാണ്. ഇനിയിപ്പോൾ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ജീവിത രീതി മനസ്സിലായി. ചിലർ ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒരേ ബ്രഷ് കൊണ്ട് പല്ല് തേക്കും. ചിലർക്ക് അറപ്പാണത്, മനസ്സിലായി. മീൻസ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. ടവല് ചിലർ യൂസ് ചെയ്യില്ല. അപ്പോൾ കുറേ കടുംപിടുത്തം എന്നല്ല ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ ജീവിത രീതി. അപ്പോൾ അതിലേക്ക് വേറൊരാൾ വരുമ്പോൾ ഇനിയിപ്പോൾ അയാളോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. ഇനിയിപ്പോൾ ഇയാൾ ഇങ്ങനത്തെ സ്വഭാവം എന്ത് ചെയ്യും? ചിലർക്ക് ഫാനിട്ട് കിടക്കാനാണ് ഇഷ്ടം. എത്ര തണുപ്പാണെങ്കിലും ഫാനിട്ട്, ഫുൾ സ്പീഡിൽ ഫാനിട്ട് അല്ലെങ്കിൽ AC ഇട്ട് പുതച്ച് മൂടി കിടക്കുക. ചിലർക്ക് മഴ അവിടെ കാണുമ്പോഴേ ജലദോഷം പിടിക്കുന്നതുകൊണ്ട് ഫാനേ ഇടില്ല മഴക്കാലത്ത്. അപ്പോൾ അങ്ങനെ ഇത് രണ്ട് ക്യാരക്ടേഴ്സുള്ള രണ്ട് പേര് തമ്മിൽ ചേരുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ? അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഇനി വേണ്ട, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ല, ഇനി അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി. പക്ഷേ എന്നാലും ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, മീൻസ് ആരെങ്കിലും ഒരു കമ്പനി കിട്ടിയിരുന്നെങ്കിൽ, കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്, കമ്പനി കം റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ മരിച്ച, ഭർത്താവ് മരിച്ച ആരെങ്കിലും ആയിരിക്കാം. അതുമായി രണ്ടാം വിവാഹം, മൂന്നാം വിവാഹം, എത്രയെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിയാണ് വിവാഹം. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരാറുന്ന ഒരു എനർജി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. അതും കാണിക്കുന്നുണ്ട് ഇവിടെ.
അപ്പോൾ ഇവിടെ 10 ഓഫ് സോർട്സ്. അപ്പോൾ ഭയങ്കര കൈപ്പേറിയ അനുഭവം, ഭയങ്കര ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിരുന്നു, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന, നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാതിരുന്ന ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എനർജി ഇനി അതുപോലത്തെ ആളെയാണോ തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ വേണ്ട, കല്യാണം വേണ്ട 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 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫ് ഭയങ്കര നരകമായിരുന്നു കേട്ടോ പാസ്റ്റിൽ. അപ്പോൾ ഇവിടെ ഒരു ആദ്യത്തെ വിവാഹമാവാൻ വഴിയില്ല. ഒന്നില്ലെങ്കിൽ വൈകി വിവാഹം കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഡിവോഴ്സ് ആയവരോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയവരോ, അല്ലെങ്കിൽ മരിച്ചുപോയ ഭാര്യയോ ഭർത്താവോ. അപ്പോൾ ഭാര്യനോ ഒരു വിധവയായ ഒരു സ്ത്രീയോ അങ്ങനെ ആരോ ആണ് ഇവിടെ എനർജി കാണിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ടവർ മൊമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ വേണ്ട വേണ്ട വേണ്ടെന്ന്, പക്ഷെ ഇപ്പോൾ ഒരു ആഗ്രഹം, അതുകൊണ്ടാണ് റീഡിങ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും? വിവാഹം എപ്പോൾ നടക്കും? ഇത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. ഇത് ഞാൻ റിവേഴ്സായിട്ടല്ല, റിവേഴ്സായിട്ട് ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്ന നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഴ്ചകളാണ്. സ്വേർഡ് എന്ന് പറഞ്ഞാൽ ആഴ്ചകളാണ്. അപ്പോൾ ഒരു എന്താ പറയുക, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ സമയം ആ മാസങ്ങളിലാണ് നടക്കുക. അതിപ്പോൾ ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് ഈ വർഷം. കാരണം ഇത് ഓഗസ്റ്റ് മാസമല്ലേ, ഇനി 3 മാസമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വിവാഹം നടക്കണമെങ്കിൽ നടക്കാം. അല്ലെങ്കിൽ ഇത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ഭയങ്കര ഇമ്പൾസീവായ ഒരു എനർജിയാണ്, കുറച്ചൊക്കെ ഷാഠ്യങ്ങളുള്ള ഒരു എനർജിയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നോക്കട്ടെ ഒന്ന്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് പറഞ്ഞു. ഇത് വന്നാൽ എക്സാക്ട്ലി മെയ് ജൂൺ സമയത്ത് നടക്കണം. അപ്പോൾ ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നടന്നില്ലെങ്കിൽ അടുത്ത വർഷം മെയ് ജൂണിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ വിചാരിക്കണം. ഇത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഭയങ്കര സ്റ്റബണായ എനർജിയാണ് നൈറ്റ് ഓഫ് സ്വേർഡ്സ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ നിന്ന് മാറി വരണം, എന്നാലേ കല്യാണം നടക്കുള്ളൂ. പക്ഷെ നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷം മെയ് ജൂൺ മാസത്തിലോ ആണ് നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്, 3 ഓഫ് വോൺസ് കാണിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യണം ഞാൻ. 7 ഓഫ് വോൺ. നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്. നിങ്ങൾ ഭയങ്കര കോൺട്രഡിക്ഷനാണ്. സാജിറ്റേറിയസ് എപ്പോഴും കോൺട്രഡിക്ഷനാണ്, അത് വേറെ കാര്യം. ഇവിടെ ആ എനർജി, സാജിറ്റേറിയസ് എനർജിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് എപ്പോഴും കോൺട്രഡിക്ഷൻ ആയിരിക്കും, എപ്പോഴും ഇമ്പൾസീവായിട്ട് മുമ്പോട്ട് ചാടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു എനർജിയാണ്. ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ അതിനെ വേണം എന്ന് വെച്ചിട്ട് അതിൻ്റെ പുറകെ വെച്ച് കീച്ചുന്ന ആളാണ്, എനർജിയാണ്. അപ്പോൾ ഇവിടെ പക്ഷെ നിങ്ങൾ 2 കോൺട്രഡിക്ഷൻ. ഒരാൾ വെയിറ്റ് ചെയ്യാൻ ഇനി വയ്യ എന്നൊരു സൈഡിൽ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ വരണമെങ്കിൽ വരട്ടെ, ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുമായിരിക്കും. നടക്കാൻ യോഗമുണ്ടെങ്കിൽ നടക്കും എന്ന് ചിന്തിക്കുന്ന. അതേസമയം അതിൽ നിന്ന് വേണോ, 2 മനസ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ. മനസ്സിലായോ? ഇതെന്ന് വെച്ചാൽ ഡിഫെൻസീവാണ്. ഇതിനെതിരെ അയ്യോ വേണ്ട, ഇനിയിപ്പോൾ നടന്നു കഴിഞ്ഞാൽ പണിയായാലും, ഇതുപോലത്തെ തന്നെ പഴഞ്ഞ എക്സ്പീരിയൻസ് പോലെ തന്നെ വന്നാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് വേണ്ട എന്നൊരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്ന ആളും, അതേപോലെ തന്നെ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്, വരണ പോലെ വരട്ടെ എന്ന് വിചാരിക്കുന്ന 2 ഇതാണ്. അപ്പോൾ ടൈം ഞാൻ പറഞ്ഞതാണ്, പക്ഷെ നിങ്ങളായിട്ട് ചെയ്യാനുള്ള ഓറക്കൽ മെസ്സേജസിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഒരു മനസ്സിലൊരു തീരുമാനം, ഡിറ്റർമിനേഷൻ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഉറച്ച തീരുമാനം, ഇതിൽ നിങ്ങൾക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിവാഹം ഡിലേ ആയി പോകുന്നത് കേട്ടോ. വിവാഹ യോഗമുണ്ട്. അപ്പോൾ ഇതാണ് സോഡിയാക് സൈൻസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അക്വാരിയസ്, ലിബ്ര, ജെമിനി. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അക്വാരിയസ്, ലിബ്ര, ജെമിനി. ക്യാൻസർ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏരീസ്,
Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Scorpio. പിന്നെ Taurus, Leo, Aquarius, Scorpio, Aquarius, Libra, Gemini, Aries, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini. എല്ലാ കാർഡ്സും റിവേഴ്സാണ് വന്നത് നിങ്ങൾക്ക്. ഇതിൽ പോസിറ്റീവ് കാർഡ്സ് കുറേ ഉണ്ട്, പക്ഷെ എല്ലാം റിവേഴ്സാണ് വന്നത്. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല. തീരുമാനമെടുത്താൽ സാജിറ്റേറിയസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു എനർജിയുടെ കാര്യം ഞാൻ പറയുന്നത്, തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം അത് നടത്തി തരും. അതാണ് ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഇതാണ് രണ്ടാമത്തെ റീഡിങ്. അപ്പോൾ രണ്ടാമത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് വെച്ചിട്ട് റെഫർ ചെയ്ത് കുറേ, അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു റീഡിങ്ങിലേക്ക് ഞാൻ എത്തിയത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ആക്യുറസി റെസനേറ്റ് സിറ്റുവേഷൻ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള കാർഡ്സ്. ഹെൽപ്പിംഗ് ഹാൻഡ്. നമ്മളോട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക, പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നവരെ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണം എന്നാണ് ഒരു കാർഡ്. രണ്ടാമത്തത് ടോക്സിക് ആണ് നിങ്ങളുടെ ശരീരവും മനസ്സും, അപ്പോൾ അത് ഡീടോക്സിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് സെൽഫ് കെയർ. നിങ്ങൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും സ്വന്തം ആരോഗ്യവും സ്വന്തം ശരീരവും മനസ്സും എല്ലാം ക്ലിയർ ആയിട്ട് വയ്ക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ഉത്തരവാദിത്തം ആദ്യം നമ്മളോടാണ്. നമ്മളുണ്ടെങ്കിലേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തിലാണോ മുഴുകിയിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആരോഗ്യവും മനസ്സിന് സന്തോഷവും സമാധാനം വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് സെൽഫ് കെയർ വേണം എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് സ്നേക്കാണ്. സ്നേക്ക് പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ ത്രോട്ട് ചക്ര നിങ്ങളുടേത് ബ്ലോക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ സരസ്വതി കടാക്ഷം കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല നമ്മൾ പറയുന്നത് അല്ലേ. ചിലർ ഭയങ്കര സ്ഫുടമായിട്ട് പറയും, ഈ മേശയിൽ ഈ വിരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ് സംസാരിക്കും. ചിലരെങ്ങനെ ഇത് അത് അല്ലേ, ആ മറ്റേ സാധനമില്ലേ ഈ സാധനമില്ലേ, എനിക്കുണ്ട പരിപാടി. അപ്പോൾ അങ്ങനെ സംസാരിക്കും. അപ്പോൾ അതൊക്കെ മാറണം എന്നാണ് പറയുന്നത് കേട്ടോ. സ്ഫുടമായിട്ട് സംസാരിക്കാൻ ശീലിക്കുക, വളരെ കൃത്യമായിട്ട് വാക്കുകൾ പറയുക എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഈ ടാരോ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാർഡിൻ്റെ അത് തുടക്കത്തിൽ ഒരു മീനിങ് ആയിരുന്നെങ്കിൽ അത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ റിസർച്ച് ചെയ്തുമ്പോൾ മീനിങ്സ് വേറെ ആയിട്ട് വരും. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മളെപ്പോഴും വിദ്യാർത്ഥികളായിരിക്കണം, അധ്യാപകരാവരുത്. വിദ്യാർത്ഥികളാവുമ്പോഴേ നമുക്ക് നോളജ് കൂടുള്ളൂ എല്ലാ കാര്യത്തിലും. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? രണ്ടാമത്തെ റീഡിങ്ങിൽ അവരുടെ ഓവറോൾ എനർജി എന്താണ്? കാർഡ്സ് വീണില്ല, ഞാൻ എടുക്കുകയാണ്. വേൾഡ് കാർഡ് റിവേഴ്സാണ്. ഇതിൽ കുറേ പോസിറ്റീവ് ഉണ്ടല്ലോ, പക്ഷേ നോക്ക് ഇതിലെല്ലാം പോസിറ്റീവാണ് കേട്ടോ. ഇത് നെഗറ്റീവാണ്. ഇതുണ്ടല്ലോ, ഇതെല്ലാം പോസിറ്റീവാണ്, പക്ഷേ വന്നത് നെഗറ്റീവ് കാർഡാണ്. അതെന്താണെന്നോ അങ്ങനെ വരേണ്ടതായിരിക്കാം. വേൾഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനെ വിട്ടുകളയാത്ത ഒരാൾ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിനകത്ത് അത് ഇറങ്ങിപ്പോയതാണോ, മറ്റേ ആൾ കാണാതായതാണോ, സെപ്പറേറ്റഡ് ആണ് പക്ഷെ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല, അതല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമാണ്, ഒരാളോട് പറഞ്ഞു ഇഷ്ടമാണെന്ന് ആ പേഴ്സൺ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു എനർജി. നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നുണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങളിത് ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയം, ഇന്ന് ഞാൻ കാത്തിരുന്നാൽ എൻ്റെ മറ്റേ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടമാകും എന്ന ഒരു ചിന്തയുള്ള ഒരാളുണ്ട് ഇവിടെ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ടെൻസ്ഡ് ആണ്.
ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെ ഒന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ലല്ലോ എനിക്ക് എന്നൊരു ചിന്തയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇത് ചിലപ്പോൾ പണ്ടത്തെ ഒരു ക്രഷ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാം, ഇപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഏതോ ഒരു ക്രഷ് ഉണ്ട്. പക്ഷേ അവർ നിങ്ങളുടെ വിവാഹപ്രായം എത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ പക്ഷേ മീൻസ് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ വന്നാലോ എന്നൊരു ചിന്തയുണ്ട്. എന്നാലും വിവാഹം കഴിക്കുകയും വേണം. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജിയൊക്കെ കാണിക്കുന്നുണ്ട്, ഇൻഡിസിഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ചാപ്റ്റർ തുറന്നു വെച്ചേക്കുന്നത്, അടച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായം തുറക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് തുറന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആ ഒരു വെയിറ്റിങ്ങിലാണ്. നിങ്ങൾക്ക് രണ്ടാമത്തെ അധ്യായം തുറക്കുകയും വേണം. അവിടെ ആയിരിക്കാം ചിലപ്പോൾ പറഞ്ഞ കാര്യം വളരെ ശുദ്ധമായിട്ടും വളരെ ക്ലിയർ ആയിട്ട് മറ്റേ ആൾക്ക് മനസ്സിലാക്കണം എന്നൊരു ചിന്ത. സെൽഫ് കെയർ, അതൊക്കെ നിങ്ങൾക്കിവിടെ യൂസ് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു എനർജിയിൽ, നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു എനർജിയിൽ? രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാം റിവേഴ്സ് വരുന്ന എവിടെയാണ്? എന്താ നോക്കട്ടെ, ഒരു പോസിറ്റീവ് കാർഡ് കിട്ടുമോ? അതേ, വേറെ രണ്ട് കാർഡ്. ഓക്കെ, അതിലും റിവേഴ്സ് ഉണ്ട്, രണ്ട് റിവേഴ്സ് ഉണ്ട്. നേരത്തെ വന്നതിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, അത് വരാനുള്ളതാണ്. അപ്പോൾ കുഴപ്പമില്ല, അത് വിളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം റിവേഴ്സാണോ? ഒരെണ്ണം മാത്രം, അതും അടിപിടിയുടെ കാർഡ് മാത്രം. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു മുൻകോപിയായ ഒരാളാണോ എന്ന് വെച്ചാൽ, ചില സമയത്ത് എന്താ പറ്റുന്നുണ്ട്, ഒരു ടീമിലെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു, ഒരാൾ മാറി ചിന്തിക്കുന്നത്. അപ്പോൾ അയാൾ എപ്പോഴും നോട്ടമിടുന്നു വെച്ചാൽ ഇവനെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട്. നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക അല്ല, നമ്മൾ കാര്യം മിക്കവരും അത് പോട്ടെ, കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ആളുകൾ. ചിലരത് പറ്റില്ല, എനിക്ക് ഇങ്ങനെ ചെയ്തത് തെറ്റാണ്, അത് തെറ്റാണെന്ന് ഞാൻ പറയും, അത് ആരുടെ മുമ്പിലും പറയും എന്നൊരു എനർജി ഇവിടെ കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ എനർജി. എന്തായാലും ഇവിടെ നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിവിടെ ഒരു എന്താ പറയുക, ചില സമയത്ത് വരുന്നുണ്ട് എന്ന് ആൾക്കാർ പറയും. അപ്പോൾ എല്ലാവരും ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കയറി വരുമ്പോൾ, നിങ്ങളുടെ അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ഇതുള്ള ആൾ കയറി വരുമ്പോൾ വരുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രശ്നമാകും എന്നൊരു ചിന്ത വരുന്നുണ്ടോ ആൾക്കാരുടെ മനസ്സിൽ? അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സിന് കൺട്രോൾ ഇല്ലാത്തൊരു എനർജി. ഇതൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്, ക്ഷമിക്കണം, കുറച്ച് നേരത്തേക്കാണ്, ഭയങ്കര ചൂട്. ഓക്കെ, മഴ പെയ്യുമ്പോൾ നമുക്ക് അയ്യോ ഉരുൾപൊട്ടലുണ്ടാവുമോ, ഫ്ലഡ് ഉണ്ടാവുമോ എന്ന് ടെൻഷനാണ്. മഴ പോയി കഴിയുമ്പോഴോ ഭയങ്കര ചൂടും. അപ്പോൾ നമ്മൾ എന്തൊരു വെയിലാണ്, മഴയില്ല എന്നും പറഞ്ഞിരിക്കും അല്ലേ? അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഭയങ്കര ചൂട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പഴയ ഒരു നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ, നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് കല്യാണം ഇനി എപ്പോൾ നടക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പലരുമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ലാസ്റ്റായിട്ട് പ്രപ്പോസ് ചെയ്തെന്ന് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ്, അപ്പോൾ ഒരു തരം ഒരു ബോധമുള്ള ആൾ എപ്പോഴും ചിന്തിക്കും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ ഒരാളോട് ഞാൻ വഴക്കിട്ടു, മനസ്സിലായോ? ഒരാൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. അപ്പോൾ അത് എൻ്റെയോ അയാളുടെയോ പ്രശ്നമാകാം. 10 പേർക്ക് എന്നോട് ദേഷ്യമുള്ളപ്പോൾ എന്നിലെന്തോ പ്രശ്നമുണ്ട് ഇല്ലേ? അത് ബോധമുള്ള എനിക്ക് മനസ്സിലാവണം. അപ്പം ഞാൻ ആലോചിക്കണം, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ ആൾക്കാർക്ക് എന്നോട് ഇത്ര ദേഷ്യം വരുന്നത്. അല്ലാതെ എല്ലാവരും എൻ്റെ മെക്കിട്ട് കയറും എന്ന് ചിന്തിക്കുന്നതിലല്ല. ഒരാൾ 2 ആളാണെങ്കിൽ കുഴപ്പമില്ല, 10 പേർക്ക് 5 പേരിൽ കൂടുതൽ നമ്മളോട് ദേഷ്യം വരുമ്പോൾ നമ്മളിലും എന്തോ പ്രശ്നങ്ങളുണ്ട്, നമ്മളും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരണം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ എനർജി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ്, നമുക്ക് ഓരോ കാര്യം നോക്കാം. ഇത് നിങ്ങൾ
കുറച്ചും കൂടെ ഓപ്പൺ ആവാൻ നോക്കുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാനിപ്പുലേറ്റീവ്, മറ്റുള്ളവരെ അവരുടെ ചൂഷണം ചെയ്യുക, അങ്ങനത്തെ ചിലപ്പോൾ ഞാൻ തുറന്ന് പറയുകയാണ് ഓരോരുത്തരുടെ സ്വഭാവം. നമ്മൾ എന്തെങ്കിലും പാർട്ടിക്ക് പോയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോയാൽ ഓസിന് ഫുഡ് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, മനസ്സിലാവണ്ടോ? അപ്പോൾ അവരെ ഒരു പ്രാവശ്യം ചെയ്യും, 2 പ്രാവശ്യം ചെയ്യും, 3 പ്രാവശ്യം ആകുമ്പോൾ അവർ വരിക്കും കൂടെ കൊണ്ടുവരണവർ പിന്നെ വരാണ്ടാവും, മനസ്സിലാവണ്ടോ? നമ്മളപ്പോൾ വിചാരിക്കുന്നത് ഒരു മാനിപ്പുലേറ്ററിൻ്റെ എനർജിയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, മറ്റവരുടെ ഓസിൽ അടിച്ച് ഇതാക്കാം. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഇനി അടുത്ത പ്രാവശ്യം വേറെ ആൾക്കാരുടെ കൂടെ പോകാമെന്ന് ചിന്തിക്കുകയല്ല. അപ്പോൾ നമ്മൾ ഓവർ സ്മാർട്ട് കളിക്കുകയാണ്. പോരണം അത്രയും പോരട്ടെ എന്നൊരു ചിന്ത, അത് നമ്മൾ ഓവർ സ്മാർട്ട് കളിക്കുകയാണ്. ആൾക്കാരെ നമ്മളിൽ നിന്ന് അകലും. ചിലർ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, പക്ഷെ ചിലർ അകന്നു പോകും, മനസ്സിലായോ? ആ നല്ല ആൾക്കാരായിരിക്കും അകന്നു പോകുന്നത്. നമ്മളെ പോലെയുള്ള എനർജി ഉള്ളവർ നമ്മളുടെ കൂടെ നിൽക്കും, അതുകൊണ്ട് നമുക്ക് ഗുണമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. എല്ലാം അവരുടെ ചിലരെന്നല്ലേ സിമ്പതി എന്ന് പറഞ്ഞ പരിപാടി. സിമ്പതി ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ സീക്രട്സ് അറിയാനുള്ള ഒരു ഉപാധിയാണ് സിമ്പതി. അയ്യോ അവരോട് ആണല്ലേ, എങ്ങനെ പറ്റിയല്ലേ എന്ന് പറഞ്ഞാൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേറൊരാളോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് സിമ്പതിയുടെ ബേസിക് ആയിട്ടുള്ള പരിപാടി. നമ്മൾ ആർക്കും സിമ്പതി അല്ല വേണ്ടത്, അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. വെറുതെ അവരോട് ചോദിച്ചിട്ട് അയ്യോ കഷ്ടമായി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കഥ മുഴുവൻ കേട്ട് നിന്നിട്ട് വേറെ ആളുടെ അടുത്ത് നിന്ന് പറയുന്നത് കൊള്ളില്ലാത്ത സ്വഭാവമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങൾ ഇവിടെ കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് സ്വഭാവം ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ചായിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇത് ലോങ് ടേമിൽ പ്രശ്നം. നമ്മൾ മെച്യൂർഡ് ആവും, ഏജ് മെച്യൂർഡ് ആവും തോറും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകണം. അപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാകുന്ന ഒരു എനർജിയാണ്. പിന്നെ അതല്ല, അതാണ് ഇവിടെ ലിവിങ് ബിയോണ്ട് മീൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചിലവിൽ കഴിയുക. അതൊന്നും കൊള്ളൂലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഈ എനർജി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നെല്ലാം പോരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡെവലിനെ ക്ലാരിഫൈ ചെയ്യുന്ന നൈറ്റ് ഓഫ് വോൺസ്. കുറച്ച് ഉഴപ്പുണ്ട്. എല്ലാവരെ കാണുമ്പോഴും ഒന്ന് വെറുതെ സോപ്പിട്ട് സംസാരിക്കുക, അവരെ പൊക്കി പറയുക, സ്വന്തം കാര്യം നടത്താൻ വേണ്ടി. പിന്നെ പൈസ കടം വാങ്ങിക്കുക, അങ്ങനത്തെ കുറച്ച് എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് അറിയില്ല, എന്തായാലും നിങ്ങളുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അത് തെറ്റോ ശരിയോ എന്നല്ല ഞാൻ പറയുന്നത്, കാണിക്കുന്ന കാര്യം പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ലൈഫിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മജീഷ്യനെ റിവേഴ്സ് കാണിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ഫ്രണ്ട്സൊക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ മടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത്തിരി കൺട്രോൾ വിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കാം, പിന്നെ ലിമിറ്റ് അറിയാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇവിടെ കാണിക്കുന്നത്. പിന്നെ എല്ലാം നടക്കണം, അങ്ങനെ നടക്കട്ടെ. ചിലരുണ്ടല്ലോ എടാ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, എടി അങ്ങനെ ചെയ്താൽ, എടിയെന്ന് ഞാൻ വിളിക്കാറില്ല ആൾക്കാരെ. ഞാൻ പെൺകുട്ടികളെ ആൺകുട്ടികളെ എടാന്നാണ് വിളിക്കാറ്. അപ്പോൾ പക്ഷെ സാധാരണ നമ്മൾ എടാന്നാണല്ലോ വിളിക്കുന്നത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, എന്താ പറയുക, അത് പോണത്രയും പോട്ടെ എന്നൊരു ചിന്ത വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ സ്വഭാവത്തിൽ കുറേ വ്യത്യാസങ്ങൾ വരണം, അല്ലെങ്കിൽ ആൾക്കാരും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഇവിടെ ഒരു റെസ്പോൺസ് വരാതിരുന്ന ആ സ്ഥലത്ത് നിന്ന്. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസും മജീഷ്യനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കണം, പിന്നെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം എന്നൊരു ചിന്ത ആയി തുടങ്ങി. നിങ്ങൾ നേരത്തെ കോമ്പറ്റീഷനിൽ കയറില്ലായിരുന്നു, കാരണം കമ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ കമ്പീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കണം എന്നൊരു ചിന്ത വരുന്നുണ്ട്, അല്ലെങ്കിൽ ടവർ മൊമെൻ്റ് ഉണ്ടാവും, മനസ്സിലായോ? എല്ലാവർക്കും നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെ ഫംഗ്ഷനൊന്നും വിളിക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ടവർ മൊമെൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു. ഇത് കാരണം വലിയൊരു പ്രശ്നമായി. അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് അപ്പോൾ ഒരു കൺഫ്യൂഷനായി, എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചത് ഇതിനെക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങളുണ്ടായി. ഈ ഓറക്കിൾ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഓറക്കിൾ മെസ്സേജസും കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ, അതിൽ വ്യത്യാസങ്ങൾ വരുത്തുക, പെർഫെക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ വിവാഹം? യെസ്, പെൻറ്റക്കിൾസ് ആകുമ്പോൾ വർഷമാണ് കാണിക്കുക. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ 8 വർഷം.
എത്ര വയസ്സുണ്ട് നിങ്ങൾക്കെന്ന് അറിയില്ല. എന്തായാലും ഒരു 8 വർഷം നിങ്ങൾ ഒന്നും കൂടെ 2 മീനിങ് വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താനുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മുമ്പോട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ട്രാൻസിഷൻ തുടങ്ങിക്കഴിഞ്ഞു ലൈഫിൽ. അപ്പോൾ ഇത് തന്നെ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളാണ്. ഇവിടെ 8 കാണിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ 8 വർഷം. ഇവിടെ പിന്നെയും 8 വരുന്നുണ്ടോ? ഇതും 8. ഇത് 5 റിവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രഗിൾ കുറേ നാളും കൂടെ ചെയ്യേണ്ടി വരും. 8 വർഷമെങ്കിലും എടുക്കും നിങ്ങളല്ലേ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് എന്നാണ് കാണിക്കുന്നത്. കുറച്ച് കൂടിയ കാലം. പക്ഷെ നിങ്ങളൊരു 20 വയസ്സുള്ള ആളാണെങ്കിൽ 28 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചാൽ മതി. വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ നിങ്ങളെ ലൈഫ് മാറ്റാനുണ്ട്. ഇവിടെ പിന്നെയും 8 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ടോ? ഇതും 8, 2 8 വന്നു. 8 വർഷമെങ്കിലും എടുക്കും നിങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ഇതിൽ ആൾക്കാരോട് ആവശ്യമില്ലാതെ കയറി അവരെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് അവരെ ഇടിച്ചു താഴ്ത്താൻ നോക്കരുത്. അവിടെ അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർഗ്യുമെൻറ്റ്സിൽ പെടാൻ പാടില്ല, ആൾക്കാരോട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ആൾക്കാരെ ചൂഷണം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ നിർത്തിക്കളയുക. അങ്ങനെയാണെങ്കിൽ ഒരു 8 വർഷമെങ്കിലും എടുക്കും നിങ്ങളുടെ വിവാഹം നടക്കാനെന്നാണ് കാണിക്കുന്നത് ഇവിടെ കേട്ടോ. എന്താ മെസ്സേജ് ഒന്നും അറിയില്ല. എയർപ്ലെയിൻ മോഡിലാണ് ഞാനിപ്പം. എന്താണോ? ഓക്കെ. അപ്പം അങ്ങനൊരു കാര്യം. അതുപോലെ തന്നെ 8 വർഷത്തിനുള്ളിലോ 8 വർഷം കഴിഞ്ഞിട്ടെന്ന് ഞാൻ പറയുന്നത് അത് പെട്ടെന്നൊരു ഇത് പറഞ്ഞതായിരിക്കും. ചിലപ്പോൾ 8 വർഷം എന്ന് പറയുന്നുണ്ട്. അതാ 8 വർഷത്തിനുള്ളിൽ വിവാഹം കഴിക്കാം. പക്ഷെ മാക്സിമം 8 വർഷമെങ്കിലും എടുക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് ഈ 8 വർഷത്തിനുള്ളിൽ ഒരു ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ സമയത്തായിരിക്കണം വിവാഹം നടക്കുന്നത്. ഇനിയിപ്പോൾ അപ്പോൾ 8 വർഷത്തിനുള്ളിൽ വിവാഹം ഉണ്ടാവും എന്തായാലും കേട്ടോ. 8 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അത് ഇതായിപ്പോയി. അതല്ല, 8 വർഷത്തിനുള്ളിലാണ്. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഇത് വന്നിട്ടുണ്ട്. 8 വർഷത്തിനുള്ളിലാണ് വിവാഹം നടക്കുക. മാക്സിമം 8 വർഷമെങ്കിലും ആവും കഴിയുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ ഇതാണ് Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Leo, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Leo, Aquarius, Scorpio, Capricorn, Gemini, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഞാൻ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഫൈനൽ റീഡിംഗ് ആണ്. ഫൈനൽ റീഡിങ്ങിൻ്റെ ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഫൈനൽ റീഡിങ്ങിനുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. അപ്പോൾ കുറച്ച് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് പറയാം. എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇനി എന്തെങ്കിലും സ്ഥലം മാറ്റമോ, ജോലി ആവശ്യമായ സ്ഥലം മാറ്റമോ, നിങ്ങൾ വീട് മാറുകയോ ദൂരദേശങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അധികം അത്ര ശ്രദ്ധയോടെ ആയിരിക്കില്ല പോണത്. ഓവർ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും പോണത്. അപ്പോൾ പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. പുതിയ കാര്യങ്ങൾ തുടങ്ങുക, പുതിയ സ്ഥലത്തേക്ക് പോവുക, പുതിയ ആൾക്കാർ ജീവിതത്തിലേക്ക് വരിക. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാൻ, ഇടപഴകൽ കേട്ടോ. പിന്നെ മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അതാണ് പറയുന്നത്.
എന്ന് വെച്ചാൽ നിങ്ങളെ അപ്പോൾ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം മറ്റുള്ളവർക്ക് നമ്മളെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. നിങ്ങളുടെ ലൈഫിലൊരു നാശം സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ടവർ മൊമെൻറ്റ് നമ്മൾ ഇതിൽ ടാരോയില്ല എന്ന് വെച്ചാൽ അത് ഒരു സാധനം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്, എന്നിട്ട് പുതിയൊരു തുടക്കം. അതുപോലെ തന്നെയാണ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, എന്തോ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയാണത് എന്നാണ് പറയുന്നത്. ഭൂമിയാണെങ്കിൽ തന്നെ ക്രിയേഷൻ തുടങ്ങുന്നതിന് മുമ്പ് സയൻറ്റിഫിക് ആയിട്ട് പറയണേ, നമ്മളുടെ ആ ഒരു ഇതിലെല്ലാം നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ഭൂമി ബിഗ് ബാങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബാങ് ഉണ്ടായിട്ടാണ് പിന്നെ എല്ലാം തിരിഞ്ഞിട്ട് പിന്നെയാണ് ലൈഫ് അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിനും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, പക്ഷേ അതൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ക്രോസ് റോഡ്, ചൂസ് ദി റൈറ്റ് പാത്ത്. അപ്പോൾ ദൈവത്തിന് നിങ്ങളൊരു വഴിത്തിരിവിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം. അതുകൊണ്ടായിരിക്കും ഡിസ്ട്രാക്ഷൻ കാണിച്ചത്, വഴിത്തിരിവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി എടുക്കണോ, ഇങ്ങോട്ട് പോകണോ എന്നറിയില്ല. അത് പല വഴികളുടെ അത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം എടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആയിട്ട് ആ വഴിയെല്ലാം ദൈവമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സോൾമേറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണ്, കല്യാണം എപ്പം നടക്കുന്ന അറിയില്ല. ഓക്കെ, ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ പ്രശ്നങ്ങളുണ്ട്, കല്യാണം എപ്പം നടക്കുന്ന അറിയില്ല. അങ്ങനെയുള്ളവരും റീഡിങ് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത് സോൾമേറ്റ് ആവാം, അല്ലെങ്കിൽ പുതിയൊരാൾ വരാം. എന്തായാലും ഇതിനകത്ത് കാണിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണ്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളുണ്ട് ഇവിടെ. അവരോട് നിങ്ങൾക്ക് അഡ്വൈസ് വേണമെങ്കിൽ അവരോട് ആവശ്യപ്പെടാം. മനസ്സിലായോ? അപ്പോൾ ഒരു തല നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് തല, ഒരേ എനർജിയുള്ള രണ്ട് തല യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ പോസിബിലിറ്റീസ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ആളോടും അഡ്വൈസ് ചോദിക്കാമെന്ന് പറയുന്നത്. പിന്നെ ഡിലേയ്സ്, ചിലരുടെ കാര്യങ്ങൾ ഡിലേ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ കാര്യം നടക്കുന്നില്ല. അത് വിവാഹത്തിൻ്റെ കാര്യവുമായിരിക്കാം, അത് സമയമാവാത്തത് കൊണ്ട്, ശരിക്കുള്ള സമയമാകാത്തത് കൊണ്ടാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഓറക്കിൾ മെസ്സേജസ്. ഇനി നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അവസാനത്തെ മാല എടുത്തവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ജപമാല 3 എടുത്തവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. കാർഡ് വീഴുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാർഡേ പാടുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എനിക്കല്ല, നിങ്ങൾക്ക് ഉണ്ടോ ചവറ് പോലെ കാർഡ് വരുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ മൊത്തം കഥ പറയേണ്ടി വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് മെയിനായിട്ടുള്ള പ്രശ്നം? അതാണ് നമ്മൾ. ഒരു കാർഡ് പ്ലീസ്. പിന്നെയും വരുന്നത് എന്നിട്ട് വട്ടാക്കുകയാണ്. ഒരു കാർഡ് യൂണിവേഴ്സ് പ്ലീസ്. ഒരേ ഒരു കാർഡ് മതി എനിക്ക്. ഒരു കാർഡ് തന്നില്ലെങ്കിൽ ഞാൻ എടുക്കേണ്ടി വരും. ഓക്കെ, ഇത് റൈറ്റ്. മൂൺ റിവേഴ്സാണ് വന്നേക്കുന്നത്. മൂൺ റിവേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉള്ള, ചിലപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ പേടിയുള്ളതായിരിക്കാം. വിവാഹം കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടോ പേടി ഉണ്ടാവാം. പിന്നെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, വിവാഹത്തിനെ കുറിച്ചുള്ള കുറേ ഇൻസെക്യൂരിറ്റീസൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾക്ക് കുറേ സംശയങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ, പേഴ്സൻ്റെ ഫാമിലിയിലെ ആൾക്കാർ എങ്ങനെയാണ്, അതൊക്കെ തുറന്ന് സംസാരിക്കാൻ മടിയുള്ള ഒരാളാണ്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ടവറാണ് വന്നേക്കുന്നത്. എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചേഞ്ച് ടവർ വന്നെച്ചാൽ ഈ കല്യാണം നടക്കുമോ, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ കല്യാണം നടക്കുമോ എന്ന് നിങ്ങൾക്ക് തീർച്ചയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പറഞ്ഞ് കല്യാണം കമ്മിറ്റ്മെൻ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഈ പേഴ്സണെ വിവാഹം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് പെട്ടെന്നൊരു ടവർ മൊമെൻ്റ് ഉണ്ടാക്കി ഇത് അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ എന്ത് ചെയ്യും? ആ ഒരു പീഡനം. അപ്പോൾ ആ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യണം നിങ്ങൾ. പോണത് പോട്ടെ, ഇതെന്തായാലും കല്യാണം നടക്കണം എന്ന് ഭയങ്കരമായിട്ട് ദൃഢനിശ്ചയം എടുത്തേക്കുന്ന ഒരു എനർജി പോലെ ഉണ്ട്.
ഇത് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചിലപ്പോൾ ഭയങ്കര വിവാഹ ജീവിതത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് വിവാഹത്തിന് മുമ്പ് പറഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്ന് പേടിച്ച് ആ വിവാഹം നടക്കാതിരിക്കുമോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു എനർജി, അതാണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുന്നത്? ഓക്കെ, 2 കാർഡാണ് വന്നത്. ഒരെണ്ണം ഡെത്ത് കാർഡും ഒരെണ്ണം ടെമ്പറൻസും. ടെമ്പറൻസ് എന്നാൽ മിതമായ കാര്യങ്ങൾ. ഡെത്ത് ഒരു മരണം, ആരുടെയെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ഇതിനു മുമ്പ് നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരുന്ന ആരുടെയെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടോ? അതുകൊണ്ട് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾ എന്തെങ്കിലും പെട്ടെന്ന് പറ്റിപ്പോയി എന്ത് ചെയ്യും, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു പേടിയുണ്ടോ നിങ്ങൾക്ക്? പേടിയുള്ളതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പറയാൻ ധൈര്യമില്ല. മനസ്സ് ഒരു കൺട്രോൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതും സ്നേഹം അനുഭവിക്കുന്നതും. കാരണം അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ കാര്യം എന്താവും? ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇയാൾ എങ്ങനെ മുമ്പോട്ട് പോകും? അങ്ങനത്തെ ഒരു ചിന്തയുള്ളപ്പോൾ ഇപ്പോഴത്തെ ആ ജീവിതം ജീവിക്കാൻ മറക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾ കല്യാണത്തിലേക്ക് പോയിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളാണ് ഇതിനകത്തൊരു ഇപ്പോൾ വേണോ നീട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങളായിരിക്കാം, വേണോ എന്ന് ആലോചിച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിതൊരു നടക്കണം എന്നുണ്ട്, ഈ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര ഭയമുണ്ട്, ഇത് ആരോടും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡെത്ത് കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്ന 5 ഓഫ് സ്വേർഡ്സും 3 ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഇവിടെ ചിലർ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എനിക്ക് അസുഖം, ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ വഴക്കിട്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അയ്യോ അവൾക്ക് പനിയാണ്, നിങ്ങൾ എന്നിട്ട് വിളിച്ചോ, അവൾ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന അതുപോലത്തെ ഒരു എനർജി ഉണ്ടോ? ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഒരുമിച്ചാണ് എന്നാലും മൈൻഡ് ഗെയിംസ് കളിക്കുന്ന പോലെ. ഇതിപ്പോൾ ഞാൻ വെറുതെ റിലേഷൻഷിപ്പിലെ ആളോട് ഇപ്പോൾ ഞാൻ നാളെ ചത്തുപോയി, ഇപ്പോൾ ഒരു സ്ത്രീ ബ്യൂട്ടി എന്താ പറയുക ഫേസ് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് ഒബ്വിയസ്ലി. അപ്പോൾ അവർ പറഞ്ഞു, ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പിറ്റേ ദിവസം മരിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. പറഞ്ഞു ഓപ്പൺ കാസ്കറ്റ് വെക്കുന്നു, വെച്ചാൽ മൂടിയില്ലാത്ത ശവപ്പെട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. നല്ല ഒരു പ്ലാസ്റ്റിക് സർജറി. അതിന് ഭയങ്കര വഴക്കായി. നിങ്ങൾക്ക് അപ്പം അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലരങ്ങനെ ഡ്രാമ കളിക്കുന്ന ആൾക്കാരുണ്ട്, വെറുതെ മറ്റേയാളുടെ മനസ്സൊന്നും അറിയാൻ വേണ്ടി. ഞാൻ നാളെ ചത്തുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു എനർജി. പക്ഷേ സ്വരുമയോടെ പോകണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇതിനൊരു അവസാനം ഉണ്ടാവരുത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാതിരിക്കാനോ ഈ പേഴ്സണെ ടെസ്റ്റ് ചെയ്യാനാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണാണ് ചെയ്യുന്നത്, അറിയില്ല. ഇവിടെ 2 പേരുണ്ട്, നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു പ്ലെയർ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് ഡൗട്ടുണ്ട്. ഈ പേഴ്സൺ കുറേ സീക്രട്സ് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ഭയം. നാളെ എന്നെ ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും, നാളെ വേറൊരു പെൺകുട്ടിയുടെ പുറകെ ആൺകുട്ടിയുടെ പുറകെ പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ഭയങ്കര ഡൗട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ. നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കല്യാണം ഡിലേ ആക്കി വെച്ചേക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ യെസ് പറഞ്ഞാൽ കല്യാണം നാളെ നടക്കാം, പക്ഷെ നിങ്ങളായിട്ടാണ് ഇവിടെ ഒരു ബ്ലോക്കേജ് കൊണ്ടുവന്നേക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം എപ്പോൾ നടക്കും? എനിക്ക് പറയാൻ തോന്നുന്നത് നിങ്ങളുടെ കല്യാണം നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നടക്കും എന്നാണ് പറയാൻ തോന്നുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. ഭഗവാനെ, കല്യാണം എപ്പം നടക്കും? പേജ് ഓഫ് വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ
അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇതിനൊരു ടൈമില്ല, എപ്പോൾ വേണമെങ്കിലും നടക്കാം ഈ വിവാഹം. അതാണ് രസം. ഞാൻ ഇതന്നെ വിചാരിച്ചത്. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിവാഹം നടക്കും. നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഈ ഭയമെല്ലാം കൊണ്ട് നിങ്ങൾ ഡിലേ ആക്കുന്നതാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പേജ് ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്യുന്ന പേജ് ഓഫ് വാൻസ് ഭയങ്കര ഇമ്മച്യൂർഡ് എനർജിയാണ്. അതുപോലെ നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സജിറ്റേറിയസ് എനർജിയാണ്. ഇതൊരു ഭയങ്കര ഇമ്പൾസീവായ എനർജിയാണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ വേണം എന്നാൽ വേണ്ട, വേണം വേണ്ട, അങ്ങനത്തെ ഒരു. അപ്പോൾ ഭയങ്കര ഭയമുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക. ഒരു കൗൺസിലറിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ ചേച്ചിയോ ചേട്ടനോ ആരാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനോട് സംസാരിക്കുക. അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നിങ്ങളുടെ ഉള്ളിലെ ഭയം കൊണ്ടാണ് നിങ്ങൾ ഈ വിവാഹം. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ കല്യാണം എപ്പം നടക്കുമെന്ന് നോക്കുമ്പോൾ യൂണിവേഴ്സ് പൊട്ടനാണോ? അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞത്. നിങ്ങൾ ഭയങ്കര ഇമ്പൾസീവായ ഒരു എനർജിയാണ്, പേടിയാണ് നിങ്ങൾക്ക്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് സാജിറ്റേറിയസ് അല്ല, ജെമിനായി ആണ്. സോറി, ഏതാണ് ഞാൻ പെട്ടെന്ന് നൈറ്റ് ഓഫ് വാൻസ് ആണ് ഓർത്തത്. ഇത് ജെമിനായി എനർജിയാണ്. അതും ഫ്ലെക്സിബിളാണ്, രണ്ടും മുഖമുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ അതാണ് കാണിക്കുന്നത്. മനസ്സിലായി? എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വിവാഹം കഴിക്കാം, നടക്കാം, ഏത് സമയത്ത് വേണമെങ്കിൽ. നിങ്ങൾ വിചാരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ യെസ് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കാം. നിങ്ങളായിട്ടാണ് ഇവിടെ ഡിലേ വരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഓറക്കിൾ മെസ്സേജസ് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിംഗ്. അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസീസ് ആവാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ടോറസ്, ലിയോ, സ്കോർപിയോ, അക്വേറിയസ്. നിങ്ങളാണ് റെസിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. സ്കോർപിയോ, സാജിറ്റേറിയസ്, സ്കോർപിയോ, പൈസീസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിംഗ്. ഇതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു റീഡിങ്, നാക്ക് ഉടുക്കുന്നു, വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അതുവരെയും ദൈവം നിങ്ങളെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ബൈ ബൈ.